വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബാങ്ക് ആണ്. ഓൾറെഡി പാർട്ട് 1 ഒറിജിനും അതിൻ്റെ എവല്യൂഷനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി LLB മൊഡ്യൂൾ ബേസ്ഡ് ക്ലാസ്സുകളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ബാലൻസ് മൊഡ്യൂൾ ക്ലാസ്സിനായി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി പെയ്ഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇപ്പോൾ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബാങ്ക് ആണ്. ബാങ്കിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രീസ് എക്കോണമി. അപ്പോൾ നമ്മുടെ ഒരു കൺട്രിയിലെ രാജ്യത്തിൻ്റെ ഒരു എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ തന്നെ ഈ ബാങ്കിങ് സിസ്റ്റം ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറഞ്ഞ ആക്ടുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ആ ഒരു ആക്ടിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, ബാങ്കിൻ്റെ സ്ട്രക്ചർ, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ബാങ്കിനെയും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ റോള്, അവരുടെ ടാർഗറ്റും അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടും അതുപോലെ തന്നെ RBIയുടെ കീഴിൽ നിന്നാണ് നമ്മൾ ഓരോ ബാങ്കിങ് സിസ്റ്റത്തിനും അതിൻ്റെ പവറും സ്ട്രക്ചറും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആൻഡ് ബാങ്കിങ് ലോ എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ആണ്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്, നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ബാങ്കിങ് സിസ്റ്റം എല്ലാം. ബാങ്കിങ് എല്ലാം ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. കാരണം പബ്ലിക്കിൻ്റെ എന്ത് ചെയ്യുന്നു, ഒരു ഡെപ്പോസിറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് പേര് എന്താണ് FD ഇടാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് അവർ ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിസ്റ്റം നടക്കുന്നുണ്ട്. അപ്പം എല്ലാം എന്തായിരിക്കും, ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിന് പിന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക്, പ്രൈവറ്റ്, ഫോറിൻ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പം അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നത് ആരായിരിക്കും, ആരുടെ ഓണർഷിപ്പിലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. എക്സാമ്പിൾ നമ്മൾ SBI. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പം പ്രൈവറ്റ് എൻറ്റൈറ്റീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും. അത് എക്സാമ്പിൾ HDFC ബാങ്ക്സ് അതുപോലെയുള്ള ബാങ്ക്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഈ ഫോറിൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഔട്ട്സൈഡ് ആയിരിക്കും, ഇന്ത്യക്ക് പുറത്തായിരിക്കും അതിൻ്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ്. പക്ഷേ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ബ്രാഞ്ചസ് എവിടെ കാണും, നമ്മുടെ ഇന്ത്യയിൽ കാണും. എക്സാമ്പിൾ HSBC എന്ന് പറഞ്ഞ ബാങ്കാണ് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പം നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ഗവൺ ചെയ്യുന്നത് 2 ആക്ടുകളാണ്. ഏതൊക്കെയാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടും ആണ് എന്ത് ചെയ്യുന്നത്, ഗവൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബാങ്കിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മൾ റൂറലും അതുപോലെ സെമി അർബൻ ഏരിയാസിലാണ് ഈ ബാങ്ക് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ മെമ്പേഴ്സിന് ഇവർ ഇതുപോലെ ക്രെഡിറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, അവർ പ്രൊവൈഡ് ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. ആ ഒരു ബേസിസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു റൂറൽ ആയിട്ടുള്ള ഏരിയയിലും സെമി ആയിട്ടുള്ള, കൂടുതലും റൂറൽ ആ ഒരു ഗ്രാമപ്രദേശത്തും സെമി അർബൻ ഏരിയാസിലും അവിടുത്തെ മെമ്പേഴ്സിന്, ഇതിലുള്ള മെമ്പേഴ്സിന് അവർ എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, ലോണായിട്ട് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഈ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ആക്ട് ഏതൊക്കെ ആക്ടിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ്. ഓക്കെ, അതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. തേർഡ് വൺ എന്താണ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ RRBs എന്നും പറയും. അപ്പം ഇത് ഒരുപാട് റൂറൽ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതലും എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി നമ്മൾ ഈ റൂറൽ ഏരിയാസിൽ ആരൊക്കെ ആയിരിക്കും, ഫാർമേഴ്സ്, ആർട്ടിസൺ എന്ന് വെച്ചാൽ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾ, സ്മോൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ്, ഇങ്ങനത്തെ ഉള്ള വ്യക്തികളൊക്കെയാണ് റൂറൽ ഏരിയാസ്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു.
ഇതൊക്കെയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ജോയിന്റ്ലി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പിന്നെ ചില സ്പോൺസർ ബാങ്ക്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ജോയിന്റ് ആയിട്ട് ഇവർ ഓൺ ചെയ്യുന്നുണ്ട്, ജോയിന്റ് ആയിട്ട് ഇവർ ഓണർഷിപ്പും വഹിക്കുന്നുണ്ട്. ഫോർത്ത് വൺ ഡെവലപ്മെന്റ്സ് ബാങ്ക് ആണ്. അപ്പോൾ ഈ ഡെവലപ്മെന്റ്സ് ബാങ്ക് എയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ലൈക്ക് നബാർഡ്, സിഡ്ബി, എക്സിം ബാങ്ക് എന്നിവയൊക്കെയാണ്. അപ്പം ഈ നബാർഡിൽ അഗ്രികൾച്ചർ അതുപോലെ റൂറൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സിഡ്ബിയിൽ എന്താണ്, സ്മോൾ ഇൻഡസ്ട്രി, ഈ ചെറുകിട വ്യവസായത്തിനൊക്കെ ലോൺസ് കൊടുക്കത്തില്ലേ. പിന്നെ എക്സിം ബാങ്ക് ആണ്, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫിനാൻസിങ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സിസ്റ്റം ബേസിക് ആയിട്ട് നമ്മൾ റൂറൽ ഡെവലപ്മെന്റ്സ് ആണ് ഇവർ എയിം ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കൺട്രിയെ നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ, എക്കണോമിക് ഇതായിട്ടും ഉയർത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഡെവലപ്മെന്റ്സ് ബാങ്കിന്റെ ഒരു എയിം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഈ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ പോലുള്ള പേയ്മെന്റ് ബാങ്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിലെന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പേയ്മെന്റ് എന്ത് ചെയ്യാം, ബാങ്ക് അവർ അക്സെപ്റ്റ് ചെയ്യും, ഡെപ്പോസിറ്റ് എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഒരു വായ്പ കൊടുക്കുന്ന പോലത്തെ ബാങ്ക് അല്ല, മനസ്സിലായി. നമുക്ക് ഈ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മൾ ആവശ്യത്തിന് ട്രാൻസാക്ഷൻ നടത്തുന്നു. അത് ആ സെയിം മെത്തേഡാണ് ഇതിലും പറയുന്നത്. വെച്ചാൽ ഇതിലൊരു സർവീസ് നമുക്ക് ഓഫർ ചെയ്യുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനും മൊബൈൽ ബാങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേയ്മെന്റ് ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പേടിഎം പേയ്മെന്റ് ബാങ്ക്സ്, ഫോൺ പേ, ഗൂഗിൾ പേ, ഇതൊക്കെ എല്ലാം എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൽ ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ബില്ല് പേയ്മെന്റ് ചെയ്യുന്നു, മൊബൈൽ ബാങ്കിങ് ചെയ്യുന്നു. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് വായ്പ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. സിക്സ്ത് വൺ എന്താണ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഈ ബിസിനസ് യൂണിറ്റ്സ്, മാർജിനൽ ഫാമേഴ്സ്, പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാങ്കിൽ നിന്ന് ലോണ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ചെറിയ ചെറിയ എന്ന് വെച്ചാൽ ചെറിയ മാർജിനൽ ഫാമേഴ്സിനും ചെറിയ സ്മോൾ യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ്സിനൊക്കെ കൊടുക്കുന്ന ബാങ്കിനാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ പെർഫോം ഓൾമോസ്റ്റ് ഓൾ ബേസിക് ബാങ്കിങ് ഫങ്ഷൻ. ബാക്കിയുള്ള ബാങ്കിങ് ഫങ്ഷൻ പോലെ തന്നെ ഏകദേശം എല്ലാം എന്ത് ചെയ്യുക, എല്ലാം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും അവർക്കും പെർഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് സെവൻത് വൺ എന്താണ്, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നമുക്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ RBI ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുൾ എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, RBI ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഡയറക്റ്റ് ആയിട്ടല്ല എല്ലാം ഡീൽ ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഓക്കെ, ആ ജനറൽ പബ്ലിക് എന്ന് വെച്ചാൽ എല്ലാം ബാങ്കുമായിട്ടും ഒരു ലിങ്ക് ആർക്കുണ്ട്, RBIക്ക് ഉണ്ട്. RBI ആണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഓരോ പോളിസീസ് എല്ലാം എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ മോണിറ്ററി പോളിസി, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ആരാണ് ഇവിടെ ഒരു കീ റോള് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ RBI ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ ഇവിടുത്തെ ബാങ്ക് ആയാലും നമ്മളിപ്പം ഒരു ലോൺ എടുക്കുമ്പോൾ ഈ ലോണിനുള്ള പൈസ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, RBI ആണ്. അപ്പോൾ RBIക്ക് അങ്ങോട്ടൊരു ഈട് കൊടുക്കുമ്പോൾ, സെക്യൂരിറ്റി കൊടുക്കുമ്പം RBI ആ ബാങ്കിലോട്ട് എന്ത് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ സമയത്ത് അതൊരു ടാലി ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇപ്പം തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫങ്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വാട്സപ്പ് വഴിയും എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. പെയ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും ബാക്കി എല്ലാ മൊഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ.